നമ്മളിപ്പം ഓക്ലൻഡ് സൂവിലാണുള്ളത്. നമുക്കിവിടെ ഇപ്പോൾ ഈ സൂവിനകത്ത് പല ഏരിയ വൈസ് തിരിച്ചേക്കുവാണ്. സൗത്ത് അമേരിക്ക റെയിൻ ഫോറസ്റ്റ് ട്രാക്ക്, ഓസ്ട്രേലിയ ബുഷ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജംഗിൾ, ആഫ്രിക്കൻ സഫാരി ട്രാക്ക്, അങ്ങനെ പല ഏരിയ തിരിച്ചത്. നമ്മളപ്പം ഈ ഒരു ഏരിയയിലൂടെയാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് പോകണം. ഇതാണ് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. നമുക്ക് ഇതിലേ താഴോട്ട് പോകണം. ഇങ്ങനെ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ചതുപ്പൊക്കെയാണ്, കുറേ വെള്ളക്കെട്ടും ഒക്കെ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇവിടെ ഒരു ഇതുപോലെ ബബിള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ട്രീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ബാക്കിലും ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സ് സ്പീഷീസിൻ്റെ കുറേ ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയ കാടും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ തന്നെ ഒരു എൻട്രി, ഒരു അക്വേറിയം, ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല തണുപ്പുണ്ട് ഇതിനകത്തൂടെ നടക്കുമ്പം. ചെറിയൊരു ഹ്യൂമിഡിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്രോക്കഡൈൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ജീവനുള്ളതല്ലെന്ന് തോന്നുന്നു. ജീവനുള്ളതല്ല, അതെന്തോ അതിൻ്റെ ഒരു വ്യൂ ആ, ഇത് വെച്ചേക്കുക. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, തുള്ളിയായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗ്ലാസ് വെച്ചാണ് ഇതൊക്കെ കവർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമുക്കിങ്ങനെ നല്ലൊരു രസം, നല്ല വെറൈറ്റി സംഭവമാണിത്. ഫിഷ് ഇറങ്ങണം ഇഷ്ടം പോലെ. ശരിക്കും അത് കുറച്ചേ ഉള്ളൂ, കുറച്ച് ഏരിയയിലേ ഉള്ളൂ അത് സംഭവം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെളിയിലങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജുണ്ട്. ഇത് സ്മോൾ ഏപ്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക്. ഹലോ, ഹായ് പറഞ്ഞേ. ഹായ് നോക്ക്. നമ്മളിപ്പം സീൽസിനെ കണ്ടു. സീൽസിനെ ഇവിടെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊരു പെൻഗ്വിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ഇവിടെ കാഴ്ചയെ കണ്ടിട്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ആനിമൽസിൻ്റെ കാറ്റഗറിയിലെല്ലാം ഒരു ആനിമൽ വെച്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എലിഫൻ്റ് ആണെങ്കിൽ ഒരു എലിഫൻറ്റ്, ലയണൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ഇത്രയും ഉണ്ടാകത്തുള്ളൂ. അതിൽ കൂടുതലില്ല, എല്ലാം കുറവാണ്. പിന്നെ പലതും അതിൻ്റെ ഒരു രൂപമൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറസ്റ്റുകൾ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ നമുക്കൊരു നടക്കാനുമൊക്കെ നല്ലൊരു ഫീലാണ് ഇതിനകത്തൂടെ. ഫോറസ്റ്റും വാട്ടർ ഫ്ലോസും അങ്ങനെ കുറേ സംഭവങ്ങളും അങ്ങനെയൊക്കെയാണുള്ളത്. ഇവിടെ നമ്മുടെ എലിഫൻറ്റ് സൂവിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഒരു കോഫി ഷോപ്പ് ഉള്ളത്. അത്യാവശ്യം നല്ല റേറ്റ്സിൽ ഒരു $5 ആ റേഞ്ചിൽ നമുക്ക് കോഫി, സ്നാക്സ് അങ്ങനെയൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ചീറ്റയുടെ ഒരു സൂവിലെത്തി. 2 ചീറ്റയുണ്ട് ഇവിടെ, 2 എണ്ണം. Ripping up meat. So it's a myth that they only come out at night. He's fine in the daylight. So owls are very generally speaking opportunistic. So they hunt when their food is available to them. Now for a lot of owls that means hunting at night because that's when your food source is available. There are certain species of owl that are strictly nocturnal, but most owls will just hunt when their food is available. Once a day, and he gets a little wing in the morning to wake him. But yeah, one. സൂവിൽ തന്നെ അടുത്തൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് നല്ല കുറേ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ. അങ്ങനെ കുറച്ച് സമയം കിഡ്സിനൊക്കെ സ്പെൻഡ് ചെയ്യാനും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
സായി എവിടെ പോവാ? ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ വെക്കും. ബൈ ബൈ വെക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ല, ആഫ്രിക്കൻ സഫാരി ട്രാക്ക് വേറൊരു സൂ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നമ്മൾ ആ സഫാരിയുടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ജിറാഫൊക്കെ ഫീഡ് നിൽപ്പുണ്ട്. ജിറാഫും സീബ്ര ഒക്കെ ഉണ്ട്.